അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്മാർട്ട് ട്രേഡർ പ്രോ പ്ലസ് ലിക്വിഡിറ്റി ഗ്രാബ് സ്ട്രാറ്റജിയാണ്. ഈ സ്ട്രാറ്റജിയിൽ വർക്ക് ചെയ്യുന്നത് 2-3 ടൂൾസാണ്. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ സ്മാർട്ട് ട്രേഡർ പ്രോ ഇൻഡിക്കേറ്ററാണ്. 2 ലിക്വിഡിറ്റി ഗ്രാബ്സ് ബൈ ഫ്ലെക്സ് ചാർട്ട്, ഈ ഇൻഡിക്കേറ്ററാണ്. അതേപോലെ സ്മാർട്ട് ട്രേഡർ പ്രോ കമ്പാനിയൻ എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ഈ മൂന്ന് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളൊരു ട്രേഡ് സെറ്റപ്പ് നോക്കുന്നത്. ശേഷം എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒപ്റ്റിമൽ ട്രേഡ് സോൺ, ഫിബൊനാച്ചി ലെവൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാർട്ടിലോട്ട് പോയിട്ട് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ലിക്വിഡിറ്റി ഗ്രാബ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻഡിക്കേറ്ററാണ്. ലിക്വിഡിറ്റി ഗ്രാബ്സ് ബൈ ഫ്ലെക്സ് ചാർട്ട്, ഈ ഇൻഡിക്കേറ്റർ. ഇത് നമുക്ക് ലിക്വിഡിറ്റി ഗ്രാബ് എവിടെയെല്ലാം നടന്നിട്ടുണ്ടെന്ന് മാർക്കറ്റിൽ കാണിച്ചു തരും, ചാർട്ടിൽ കാണിച്ചു തരും. അതിൻ്റെ സെറ്റിങ്സ് വന്നിട്ട് ഇങ്ങനെയാണ്. ഓക്കെ, അതേപോലെ നമ്മൾ അടുത്ത ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നത് സ്മാർട്ട് ട്രേഡർ പ്രോ. ഇതാണ് അതിൻ്റെ സെറ്റിങ്സ് വന്നിട്ട് ഉള്ളത്. ഓക്കെ, അതേപോലെ സ്മാർട്ട് ട്രേഡർ പ്രോ കമ്പാനിയൻ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സെറ്റിങ്സ് ഇങ്ങനെയാണ്. അതിലിത് നമുക്ക് ഡിസേബിൾ ചെയ്ത് വയ്ക്കാം. വന്നത് ഇങ്ങനെയാണ് സെറ്റിങ്സ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്ന് സ്മാർട്ട് ട്രേഡർ പ്രോ ഇൻഡിക്കേറ്ററാണ്, രണ്ടാമത്തത് സ്മാർട്ട് ട്രേഡർ പ്രോ കമ്പാനിയനാണ്, മൂന്നാമത് ലിക്വിഡിറ്റി ഗ്രാബ്സ് ബൈ ഫ്ലെക്സ് ചാർട്ട്. ഈ 3 ഇൻഡിക്കേറ്ററാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഈ പറയുന്ന സെറ്റിങ്സ് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ആയിരിക്കും ചാർട്ടിൽ കാണുന്നത്. ഓക്കെ, നമ്മളിവിടെ എടുത്തേക്കുന്നത് ഗോൾഡാണ്. അതിൻ്റെ 5 മിനിറ്റ് ചാർട്ടാണ് ഈ കാണുന്നത്. ഓക്കെ, നമുക്കൊരു സെറ്റപ്പ് ഇങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റത്തെ കണ്ടീഷൻ നമുക്ക് ലിക്വിഡിറ്റി ഗ്രാബ് നടന്നിരിക്കണം. ഓക്കെ, ഒരു ലിക്വിഡിറ്റി ഗ്രാബ് നടന്നതിന് ശേഷം നമ്മൾ ഈ മാർക്കറ്റിൽ നമ്മൾ ലിക്വിഡിറ്റി ഗ്രാബ് നടക്കുന്നത് ഈസി ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഡ്രോ ചെയ്ത് നോക്കേണ്ടി വരും. ഓക്കെ, സോറി. ഓക്കെ, ഫസ്റ്റത്തെ കണ്ടീഷൻ ഈ ഒരു ഇൻഡിക്കേഷൻ വരണം. ഇപ്പോൾ ഷോർട്ട് ട്രേഡാണ് നമ്മൾ നോക്കുന്നത്. ഈ ലിക്വിഡിറ്റി ഗ്രാബ് നടന്നതിൻ്റെ ഇൻഡിക്കേഷനാണ് ഈ കാണുന്നത്. ശേഷം നമുക്കൊരു ഷോർട്ട് സിഗ്നൽ കാണിക്കണം. ഇതിനകത്ത് ഒരു സിഗ്നൽ കാണുന്നുണ്ട്, 2 മുറ്റ ക്യാൻഡിലായിപ്പോയി. ഒരു ഷോർട്ട് സിഗ്നൽ വരണം, ശേഷം ഒരു സെല്ലുണ്ടാവണം. അപ്പോൾ ഈ ഷോർട്ടും സെല്ലും ഒറ്റ ക്യാൻഡിലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് 3 വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സെറ്റപ്പ് റെഡിയായി എന്നർത്ഥം. ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ മാർക്കറ്റ് വീണ്ടും ആ ഒപ്റ്റിമൽ സോണിൽ ടാപ്പ് ചെയ്യുന്നതിൻ്റെ വെയിറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളാണ് ഫിബൊനാച്ചി ലെവൽ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ഷോർട്ടാണ് നോക്കുന്നത്. അപ്പോൾ സ്വിങ് ഹൈയിൽ നിന്നും സ്വിങ് ലോയിലോട്ട് നമ്മൾ ഡ്രോ ചെയ്യും. എന്നിട്ട് നോക്കും മാർക്കറ്റ് ഈ ഒപ്റ്റിമൽ സോണിൽ എത്തിയതിന് ശേഷം റിവേഴ്സ് ആയിട്ടുണ്ട്. ഓക്കെ, ഈ സോണിൽ മാർക്കറ്റ് വന്നിട്ട് തിരിച്ച് റിവേഴ്സായി. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഒരു ട്രേഡ് എടുക്കാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് വന്നിട്ട് ഈ ലിക്വിഡിറ്റി ഗ്രാബ് നടന്നതിന് മുകളിലായിരിക്കും സ്റ്റോപ്പ് ലോസ് വരുന്നത്. നമുക്ക് ടാർഗറ്റ് 1:3 അല്ലെങ്കിൽ 1:4 ഒക്കെ ടാർഗറ്റ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ 1:3 ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
ഇതാണ് നമ്മുടെ സെറ്റപ്പ്. നമുക്ക് 1:4 1:8 ഒക്കെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിത് 2 പാർട്ടായിട്ട് നമുക്ക് ചെയ്യാം വീഡിയോ. ഓക്കെ, നമുക്ക് വേറൊരു സെറ്റപ്പ് നോക്കാം. അപ്പോൾ നമ്മുടെ ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ, ഷോർട്ട് ട്രേഡ് ആണെങ്കിൽ ഫസ്റ്റ് ലിക്വിഡിറ്റി ഗ്രാബ് നടന്നിരിക്കണം, രണ്ടാമത് ഷോർട്ട് സിഗ്നൽ കാണിക്കണം, മൂന്നാമത് സെൽ സിഗ്നൽ കാണിക്കണം. ഇതാണ് നമ്മുടെ ക്രൈറ്റീരിയ. ശേഷം വരുന്ന മാർക്കറ്റിൻ്റെ ശേഷം നമ്മൾ ഫിബൊനാച്ചി ലെവൽ വെച്ചിട്ട് സ്വിംഗ് ഹൈ മുതൽ ലോ വരെ വരയ്ക്കും. ശേഷം നമുക്ക് അവിടെ നിന്ന് ഒപ്റ്റിമൽ സോണിൽ വന്നിട്ട് റിവേഴ്സ് ആവുന്ന ടൈമിൽ നമ്മൾ ട്രേഡ് എടുക്കും. ഇതാണ് നമ്മുടെ സെറ്റപ്പ്. നമുക്കൊരു ലോങ് സെറ്റപ്പ് എങ്ങനെ എടുക്കുമെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കിയാൽ കാണാം ഒരു ലിക്വിഡിറ്റി ഗ്രാബ് നടന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ലിക്വിഡിറ്റി ഗ്രാബ് നടന്നു. ശേഷം ഒരു ബൈ സിഗ്നൽ കിട്ടി, സ്മാർട്ട് ട്രേഡറിൻ്റെ ഒരു ബൈ സിഗ്നൽ കിട്ടി. ശേഷം ഒരു ലോങ് സിഗ്നൽ കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഫിബൊനാച്ചി ലെവൽ വന്നിട്ട് ഡ്രോ ചെയ്യും. ലോങ് ട്രേഡ് ആയതുകൊണ്ട് സ്വിംഗ് ലോ മുതൽ സ്വിംഗ് ഹൈയും വരെ വരയ്ക്കുന്നു. പക്ഷേ മാർക്കറ്റ് നമ്മുടെ പ്രൈം സോണിൽ എത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ട്രേഡ് ഇല്ല. പിന്നെ വേറെ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം, പക്ഷേ റിസ്ക് റിവാർഡ് വളരെ കുറവായിരിക്കും. നമുക്ക് മാക്സിമം റിസ്ക് റിവാർഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ റിവേഴ്സൽ വന്ന് ഇവിടെ നിന്നൊരു പുൾ ബാക്ക് കിട്ടുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ട്രേഡ്. അപ്പോൾ നമുക്ക് ഈ കേസിൽ നമുക്ക് അങ്ങനെ ഒരു റിവേഴ്സൽ കിട്ടിയിട്ടില്ല. ഓക്കെ, ഇപ്പോൾ നിലവിൽ നമുക്ക് ഈ ഒരു ലോങ് കാണിക്കുന്ന ടൈമിൽ ഒരു ട്രേഡ് എടുക്കുകയാണെങ്കിലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത് ഈ ഒരു ലിക്വിഡിറ്റി ഗ്രാബ് നടന്നതിൻ്റെ അടിയിലായിരിക്കും. അപ്പോൾ നമുക്ക് വലിയൊരു ക്യാച്ച് കിട്ടാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ ട്രേഡുകൾ ഒഴിവാക്കിയിട്ട് എപ്പോഴും നമ്മൾ മാർക്കറ്റ് ഈ ഒരു മൂവ്മെൻറ്റ് കാണിക്കുകയാണെങ്കിൽ മാത്രം ട്രേഡ് നോക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു മൂവ്മെൻറ്റ് നോക്കാം. ഇത് നമുക്ക് ഇവിടെയൊക്കെ ഒരു ലിമിറ്റ് ഓർഡർ ആയിരിക്കും വരുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ലിക്വിഡിറ്റി ഗ്രാബ് ഇവിടെ സംഭവിച്ചു. ശേഷം ഒരു ബൈ സിഗ്നൽ കിട്ടി, ലോങ് സിഗ്നൽ കിട്ടി. ശേഷം നമ്മൾ വെയിറ്റ് ചെയ്ത് നെക്സ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് സ്വിംഗ് ലോ മുതൽ ഹൈ വരെ വരച്ചിട്ട് ഡ്രോ ചെയ്യും. ശേഷം നമ്മൾ എന്ത് ചെയ്യും, വെയിറ്റ് ചെയ്യും, റിവേഴ്സലിന് വെയിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഒരു സോണിൽ എത്തുന്ന ടൈമിൽ ഒരു ട്രേഡ് ഓപ്പൺ ആക്കാൻ വേണ്ടി ലിമിറ്റ് ഓർഡർ ഇട്ട് വെച്ചേക്കും. ഈ ഒരു സോണിൽ എത്തുമ്പോൾ ലിമിറ്റ് ഓർഡർ പ്ലേസ് ആവും, ഓട്ടോമാറ്റിക്കലി മൂവ്മെൻറ്റ് നടക്കും. ഓക്കെ, ഇൻ കേസ് ഒന്നിൽ SL അല്ലെങ്കിൽ പ്രോഫിറ്റ്. വേറൊരു സെറ്റപ്പ് നോക്കാം. ലിക്വിഡിറ്റി ഗ്രാബ് നടന്നു, ബൈ കിട്ടി, ലോങ് വന്നു. ഓക്കെ, ശേഷം നമ്മൾ സ്വിംഗ് ലോ മുതൽ ഹൈ വരെ ഡ്രോ ചെയ്യുന്നു. റിവേഴ്സലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. മാർക്കറ്റ് നമ്മുടെ ഒപ്റ്റിമൽ സോണിലെത്തി. നമ്മുടെ നമ്മൾ എടുക്കുന്ന എൻട്രി ചിലപ്പോൾ ഇവിടെ നിന്നായിരിക്കും, സ്റ്റോപ്പ് ലോസ് ഇവിടെ ആയിരിക്കാം. 1:4 അല്ലെങ്കിൽ 1:3 ഒക്കെ ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ ഒരു സ്ട്രാറ്റജി. ഇനി നമുക്ക് ഒപ്റ്റിമൽ ട്രേഡ് സോണ് യൂസ് ചെയ്തതിൻ്റെ വാല്യൂസ് നമുക്ക് ഡ്രോ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ഒപ്റ്റിമൽ ട്രേഡ് എൻട്രി. ഇതാണ് നമ്മുടെ സോൺ. ഇവിടെ മാർക്കറ്റ് വരുമ്പോഴാണ് നമ്മൾ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതേപോലെ ഇതൊരു ലോങ് ട്രേഡ് നോക്കുന്നതാണ്, ഇതൊരു ഷോർട്ട് ട്രേഡ് നോക്കുന്നതാണ്. ഓക്കെ, ഇതായിരിക്കും ഇതാണ് നമ്മുടെ എൻട്രി ഏരിയ. ഒരു ലോങ് ട്രേഡിന് നമ്മൾ ഇവിടെ നിന്നായിരിക്കും എൻട്രി ചെയ്യുന്നത്. ഷോർട്ട് ആണെങ്കിൽ ഇവിടെ നിന്നായിരിക്കും എൻട്രി ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ വാല്യൂസ് നോക്കാം. ഇതാണ് വാല്യൂസ്. നോട്ട് ചെയ്ത് വെച്ചാൽ മതി. നിങ്ങളുടെ ഫിബ് ലെവൽ ഈ ഒരു ലെവലാക്കി വെച്ചാൽ മതി.
പിന്നെ നിങ്ങൾക്ക് പ്രൈസ് എന്നുള്ള വാല്യൂസ് എല്ലാം കാണുന്നുണ്ടെങ്കിൽ ഇത് എനേബിൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്മാർട്ട് ട്രേഡർ പ്രോയും ലിക്വിഡിറ്റി ഗ്രാബ്സും വെച്ചിട്ടുള്ള സ്ട്രാറ്റജി. അപ്പോൾ നിങ്ങൾക്കിത് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ.